ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശാരദയാണെങ്കിൽ എസ് ഐയോട് ഞാൻ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന ശാരദയാണെങ്കിൽ പിൻവശത്ത് കൂടി ഇറങ്ങിയിട്ട് ഗോഡൗണിൽ ചെന്നിട്ട് കെറോസിൻ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് തിരഞ്ഞു ഒരു ലൈറ്റർ എടുക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് നിളമോളാണെങ്കിൽ ശാരദ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരു കയ്യിൽ ലൈറ്റർ മറ്റേ കയ്യിൽ കെറോസിനുമായിട്ട് നിൽക്കുന്ന ശാരദ കണ്ടിട്ട് നിളമോൾ പേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിളമോൾ ചോദിക്കുകയാണ്, അമ്മ ഇതെന്താ അമ്മ എന്തിനമ്മ ഇതൊക്കെ എടുത്ത് നിൽക്കുന്നത്? എനിക്ക് പേടിയാവുന്ന അമ്മ, അതൊക്കെ ഉപേക്ഷിക്കാമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശാരദ നിളമോളെ വഴക്ക് പറയുകയാണ് കേട്ടോ. നീ എവിടെ നിന്ന് മാറി നിന്നേ, എന്നോടൊന്നും മിണ്ടണ്ട, നീ മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് ശാരദയാണെങ്കിൽ അതുമായിട്ട് ബാങ്കുകാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയാണേ. അങ്ങനെ നിളമോളുടെ ശബ്ദം കേട്ടിട്ട് എല്ലാവരും തിരിഞ്ഞ് നോക്കുമ്പോൾ ശാരദയാണെങ്കിൽ ഒരു കയ്യിൽ പെട്രോളും മറ്റേ കയ്യിൽ ലൈറ്ററുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും അടുത്തേക്ക് വരുമ്പോൾ ശാരദ പറയണം, ഒരാളും എൻ്റെ അടുത്തേക്ക് വരരുത്, വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ തല വഴി ഒഴിച്ച് കത്തിക്കും എന്നെ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ആരും പേടിച്ചിട്ട് ശാരദയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അങ്ങനെ ശാരദയാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് തലവഴി ഒഴിക്കുകയാണ്. അപ്പോഴേക്ക് അവിടേക്ക് എസ് ഐയും ബാങ്കുകാരും വരുന്നുണ്ട്. അങ്ങനെ എസ് ഐ ആണെങ്കിൽ പറയുന്നുണ്ട്, ദേ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ മോശമാണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാണ്. അപ്പോൾ ശാരദ പറയാണ്, സാറേ എൻ്റെ ഭർത്താവേ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ചതാണ് ഈ വീട്. ഈ വീട്ടിലെ ഓരോ ഭിത്തിക്കും അതിനുള്ളിലെ ഓരോ കല്ലുകൾക്കും അറിയാം എൻ്റെ അരവിന്ദേട്ടൻ്റെ കഷ്ടപ്പാട്. ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടണമെങ്കിൽ അതെൻ്റെ ശവമായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഒരു ലൈറ്ററും കത്തിട്ട് ശാരദ ഐസിയോട് ചോദിക്കുന്നു, സാർ ഒന്ന് ശ്രമിച്ച് നോക്കുന്നു എന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ജയബാലൻ വരുന്നുണ്ട്. അങ്ങനെ ജയബാലൻ വന്നിട്ട് ശാരദയോട് ചോദിക്കുന്നത്, എന്താ ശാരദ ഇതെന്ത് കോലത്തിലാണ് നീ നിൽക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? അപ്പോൾ യമുന ചോദിക്കുകയാണ്, അങ്കിളെ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോവുക, ഇവരെല്ലാവരും കൂടി ഇവർ വീട് ജപ്റ്റ് ചെയ്യാൻ പോവുക എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ജയബാലൻ ചോദിക്കുകയാണ്, ആർക്കാ എൻ്റെ സഹോദരിയെയും അവളുടെ മക്കളെയും ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടത്? അങ്ങനെ ജയബാലന് ഒന്നിലും ഒരു പങ്കില്ലാത്ത പോലെ ജയബാലൻ നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ ജയബാലനാണെങ്കിൽ ശാരദയോട് പറയുന്നുണ്ട്, ശാരദ അരവിന്ദനെ മരിച്ചു പോയിട്ടുള്ളൂ, നിൻ്റെ സഹോദരൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ജയബാലനുള്ളപ്പോൾ നിങ്ങളെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടില്ല, നീ ആ ലൈറ്റർ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞിട്ട് ശാരദയുടെ കയ്യിൽ നിന്ന് ബെല്ലുമായിട്ട് ആ ലൈറ്റർ പിടിച്ച് വാങ്ങി വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് ജയബാലനാണെങ്കിൽ ശാരദയോട് ചെന്നിട്ട് വേഷം മാറി വരാൻ പറയുന്നുണ്ട്. അങ്ങനെ കാവേരിയും മറ്റുള്ളവരും ചേർന്ന് ശാരദയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് ജയബാലനാണെങ്കിൽ ആ ബാങ്കുകാരെയും അതുപോലെ എസ് ഐയും മാറ്റി നിർത്തിയിട്ട് സംസാരിക്കണം കേട്ടോ. കുറേ നേരം സംസാരിച്ച് നിൽക്കുമ്പോൾ വിനീതാണെങ്കിൽ നിവിനോട് ചോദിക്കുന്നുണ്ട്, എടാ എന്നാലും നിൻ്റെ അമ്മാവൻ എന്തായിരിക്കും അവരോട് സംസാരിക്കുന്നത്? അപ്പം നിവിൻ പറയാണ്, ജയബാലൻ അങ്കിൾ അവരോട് സംസാരിച്ചൊരു കോംപ്രമൈസിൽ എത്തുമായിരിക്കും, എന്തായാലും അങ്കിൾ ഇവരെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയണം കേട്ടോ. അവരും ജയബാലനെ വിശ്വസിച്ച് നിൽക്കുകയാണ്. പക്ഷേ വിനീതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ശാരദയാണെങ്കിൽ വേഷമൊക്കെ മാറിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയത്ത് ജയബാലനാണെങ്കിൽ ശാരദയോട് ചോദിക്കണേ, ശാരദേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ മക്കളെയും മരണത്തിനെ വിട്ടുകൊടുക്കുമോ ശാരദേ, നീ എന്ത് ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് ജയബാലൻ പറയുന്നുണ്ട്, ബാങ്കുകാരെ മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചൊരു കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഈ കോംപ്രമൈസ് എന്നതുകൊണ്ട് എന്താ അങ്കിളെ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ജയബാലൻ്റെ ആ സംസാരമൊക്കെ കേട്ട് സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ജയബാലൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ ജയബാലനാണെങ്കിൽ ബാങ്കുകാരെയും അതുപോലെ തന്നെ ആ എസ് ഐ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജയബാലനാണെങ്കിൽ ആ എസ് ഐയോട് പറയാണ്, സാർ ഇവിടെ വന്ന് കാണിച്ച അതിക്രമം അത് തീരെ ശരിയായില്ല, ഇത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണ്, ഇവരെ ഇവിടെ നിന്ന് ബലപ്രയോഗം നടത്തി പുറത്താക്കുക എന്ന് പറയുന്നത് അത് കുറ്റകരമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരനാണെങ്കിൽ ജയബാലനോട്, സോറി സാർ, ഞങ്ങൾ ഞങ്ങളുടെ കടമ മാത്രമേ നിർവഹിക്കാൻ ശ്രമിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജയബാലൻ പറയാണ്, സാറേ അതെ ശാരദയും മക്കളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരും, പക്ഷേ സാർ ഒരു കാര്യമുണ്ട്, ഈ വീട് എന്നേക്കുമായിട്ട് ബാങ്കുകാർക്ക് സ്വന്തമാക്കി വെക്കാൻ പറ്റത്തില്ല. ശാരദയും മക്കളും ബാങ്കിലേക്ക് വന്ന് ഈ വീടിൻ്റെ കുടിശ്ശിക മൊത്തമായിട്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ സാറ് ഈ വീട് അവർക്ക് തന്നെ തിരികെ നൽകണമെന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കാവുകയാണ് കേട്ടോ. ശാരദയും അതുപോലെ തന്നെ കാവേരി യമുനയും എല്ലാവരും ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ്. ജയബാലൻ ഇങ്ങനൊരു തീരുമാനം പറയുമെന്ന് ആരും കരുതിയില്ല. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, അങ്കിൾ എന്താ ഈ പറയുന്നത്? ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണോ പറയുന്നത്? അപ്പോൾ ജയബാലൻ കാവേരിയോട് പറയണം, മോളെ എന്നേക്കായിട്ട് ഇറങ്ങാനല്ല ഞാൻ പറയുന്നത്, ഒരു താൽക്കാലിക പരിഹാരമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ബാങ്കിൽ ചെന്ന് മൊത്ത തുകയും അടച്ച ശേഷം ബാങ്കിൽ നിന്നും തിരിച്ച് ഈ വീടിൻ്റെ ആധാരം വാങ്ങാമല്ലോ, അതുവരെ നിങ്ങൾ ഈ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുക, അതല്ലേ നല്ലതെന്ന് പറയണം കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ജയബാലൻ പറയണം, ആ മക്കളെ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിലായല്ലോ, അങ്കിളിനെ പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ജയബാലൻ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നിവിനെ കണ്ടിട്ട് ജയബാലനാണെങ്കിൽ നിവിനെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ബാങ്കുകാർ ശാരദയോട് പറയുന്നുണ്ട്, അപ്പം മാഡം
ഇവിടുന്ന് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം ഒന്ന് ഇറങ്ങിത്തരണം, നിങ്ങൾക്ക് ഈ വീട് സീൽ വെച്ചിട്ട് പോകാനുള്ളതാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ ശാരദയ്ക്കും മക്കൾക്കും വേറെ വഴിയില്ല. അപ്പോൾ കാവേരിയാണെങ്കിൽ അത് എതിർക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഞങ്ങളാരും ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗംഗയാണെങ്കിൽ കാവേരിയെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, വേണ്ട മോളെ, നമ്മൾ ശരിക്കും തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഗംഗ കരയുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ കാവേരിയാണെങ്കിൽ സൈലൻ്റായി പോവുകയാണ്. അങ്ങനെ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവസാനം ശാരദയും മക്കളും ഓരോ ബാഗുമായിട്ട് വീടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ. ശാരദയാണെങ്കിൽ ഇറങ്ങാൻ സമയത്ത് അരവിന്ദൻ്റെ ഫോട്ടോ നോക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയായിട്ട് ശാരദ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ബാങ്കുകാരാണെങ്കിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വീടിന് സീൽ വെച്ചിട്ട് അവർ പോവുകയാണ് കേട്ടോ. അങ്ങനെ ശാരദയും മക്കളും അവസാനം വിനീത് മാത്രമായിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ശാരദ പറയുകയാണ്, എൻ്റെ മക്കളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനല്ലേ പറ്റത്തുള്ളൂ, ഞാൻ എങ്ങോട്ടേക്കുമില്ല, ഈ മുറ്റത്തുനിന്ന് ഞാൻ മാറില്ല എന്ന് പറയാണ് കേട്ടോ. ഈ ശാരദയും മക്കളെയും ജീവനോടെ ഈ മണ്ണിൽ നിന്ന് പറഞ്ഞേക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ വരട്ടെ, അല്ലാതെ ഞാൻ ഈ മുറ്റത്ത് നിന്ന് മാറത്തില്ല, ഞാൻ അവസാനം വരെ ഈ മുറ്റത്ത് തന്നെ ഇരിക്കും, എൻ്റെ അരവിന്ദേട്ടൻ മരിച്ച സ്ഥലത്ത് തന്നെ എനിക്കും മരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അരവിന്ദിൻ്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ വിനീതാണെങ്കിൽ കുറേ നേരം ഇതൊക്കെ കേട്ട് തന്ന ശേഷം ശാരദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം, അമ്മായി എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഈ വിനീത് ജീവിച്ചിരിക്കുമ്പോൾ അമ്മായി മരണത്തിന് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ വീടല്ലേ പോയിട്ടുള്ളൂ, വിനീതിനൊരു വീടില്ലേ, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞ് ശാരദയും മക്കളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ.